ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ഫെസ്റ്റർ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ മണിപ്പൂർ വരെ വരുന്ന ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി വെച്ചാൽ നമ്മൾ മിസോറാമും അങ്ങനെ ത്രിപുര നമുക്ക് അറിയുന്ന ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ അപ്പോൾ നമ്മൾ മണിപ്പൂർ വരെ കറങ്ങിയ ഡീറ്റെയിൽസ് മണിപ്പൂർ നമ്മൾ ഇനി പോകുന്ന വെച്ചാൽ നേരെ മിസോറാം ബൈ ഫ്ലൈറ്റ് ത്രൂ പോകുന്ന ഡീറ്റെയിൽസും അവിടെ മിസോറാമിൽ കറങ്ങുന്ന ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മിസോറാമിൽ പോകേണ്ട ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ നമുക്ക് നവംബർ മുതൽ ഫെബ്രുവരി ടൈമാണ്. അപ്പോൾ നമുക്ക് ബൈ ബസ് ത്രൂ പോകാം, ബൈ ഫ്ലൈറ്റ് ത്രൂ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മിസോറാം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്. നമുക്ക് ഗുവാഹത്തിയിൽ നിന്നൊക്കെ ഇപ്പോൾ മിസോറാമിലേക്ക് പോകണമെങ്കിൽ ഗുവാഹത്തിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമുക്ക് മിസോറാമിൽ ഐസ്വാൾ ഡയറക്റ്റ് ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഓൺലൈൻ ത്രൂ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതൊക്കെയാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു നോർത്ത് ഈസ്റ്റ് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യുക, ഈ ഒരു നാഗാലാൻഡ് അവിടെ നേരെ മണിപ്പൂരിലേക്ക് വന്നിട്ട് മണിപ്പൂർ നേരെ നിങ്ങൾക്ക് ഈ ഒരു മിസോറാമിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മണിപ്പൂർ ഇപ്പോൾ കലാകാലം കടക്കുന്നുണ്ടെങ്കിൽ ബൈ റോഡ് പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ബൈ ഫ്ലൈറ്റ് ത്രൂ എടുത്താൽ നിങ്ങൾക്ക് 650 വരെ 800 രൂപ നിരക്കിൽ നിങ്ങൾക്ക് ബൈ ഫ്ലൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് നമ്മൾ എടുത്ത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ പറയാം കേട്ടോ. നമ്മൾ നേരെ മിസോറാം, ഇനി അതല്ല നിങ്ങൾക്ക് മിസോറാം നേരെ മണിപ്പൂരിലേക്ക് ഈ ഒരു ഫ്ലൈറ്റ് റേറ്റേ വരുള്ളൂ 650 800 രൂപ നിരക്കിൽ കേട്ടോ. ഇംഫാൾ നേരെ ഐസ്വാൾ ബൈ ഫ്ലൈറ്റ് ത്രൂ പോകുന്നു. നേരെ ഐസ്വാൾ എത്തിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു മിസോറാം എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റിൽ കാണുന്ന സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. നമുക്ക് ഈ ഒരു മിസോറാം എന്നുള്ള സ്റ്റേറ്റിൽ നമുക്ക് കാണുന്ന സ്ഥലങ്ങൾ പ്ലേസ് ടു വിസിറ്റ് മിസോറാം. നമുക്ക് റിഹേക്ക് ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്, പിന്നെ വെച്ചാൽ ഡർലും വില്ലേജ്, പിന്നെ സോളമൻ ടെമ്പിൾ, പിന്നെ വങ്താങ് ഫാൾസ് ഉണ്ട്, ഫുൾഫിൽ കേവ് എന്നൊരു കേവ് ഉണ്ട്, പിന്നെ തിറുഹൈ ഫാൾസ് ഉണ്ട്, വാട്ടർഫാൾ ഉണ്ട്, പിന്നെ ബുറ ബസാർ. ഈ ബുറ ബസാറിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് 100 രൂപ അതിന് 200 രൂപ നിരക്കിൽ നമുക്ക് ബ്രാൻഡ് ഷർട്ടും പാൻറ്റൊക്കെ കിട്ടുന്ന ഒരു വിലക്കുറവിൽ കിട്ടുന്നൊരു മാർക്കറ്റാണ് ഈ ഒരു ബുറ ബസാർ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് കേട്ടോ. പിന്നെ വരുന്നത് വെച്ചാൽ കഹുലാങ് വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉണ്ട്, പിന്നെ വെച്ചാൽ ഫുൾഫിൽ പീക്ക് ഉണ്ട്, പിന്നെ ലാംസ്വിങ് പൂക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലവും കൂടി ഉണ്ട്. ഈ സ്ഥലങ്ങളാണ് നമുക്ക് ഈ ഒരു മിസോറാമിലൊക്കെ കറങ്ങുന്ന സ്ഥലങ്ങൾ, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നേരെ ഈ ഒരു സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നേരെ ത്രിപുര എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് പോകാം. അപ്പോൾ ത്രിപുരയിലേക്ക് പോകണമെങ്കിൽ നേരെ ഐസ്വാൾ നേരെ അഗർത്തല, അതായത് ത്രിപുരേൻ്റെ തലസ്ഥാനമാണ് ഈ ഒരു അഗർത്തല. അപ്പോൾ നേരെ ഐസ്വാൾ നേരെ അഗർത്തല ബൈ ബസ് ത്രൂ പോകാം. 800 രൂപ മുതൽ 1000 രൂപ. എനിക്ക് ബസ് നിങ്ങൾക്ക് കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഐസ്വാൾ നേരെ സിൽജാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നേരെ ഐസ്വാൾ നേരെ സിൽജാറിലേക്ക് നിങ്ങൾക്ക് നേരെ ബസ് ത്രൂ പോവുക. 500 രൂപ നിരക്കിലേക്ക് വരുള്ളൂ. ഇനി ഷെയറിംഗ് ടാക്സിയൊക്കെ നിങ്ങൾക്ക് 300 രൂപ 250 രൂപ നിരക്കിൽ ഷെയറിംഗ് ടാക്സിയൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അങ്ങനെ നേരെ സിൽജാറിൽ പോയിട്ട് സിൽജാറിൽ നിങ്ങൾക്ക് ബൈ ട്രെയിൻ ത്രൂ നിങ്ങൾക്ക് ഈ ഒരു അഗർത്തലയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അതായത് 15666 സിൽജാർ അഗർത്തല എക്സ്പ്രസ് എന്ന ട്രെയിനാണ്. സ്ലീപ്പർ ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 185 രൂപ വന്നത്. ത്രിപുരയിലേക്ക് നിങ്ങൾക്ക് പോകുന്നതാണ്. അല്ല ഇനി അതല്ല, നിങ്ങൾക്ക് ബൈ ബസ് ത്രൂ തന്നെ സിൽജാർ നേരെ അഗർത്തലയിലേക്ക് നിങ്ങൾക്ക് ബസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നേരെ സിൽജാർ നേരെ ത്രിപുര എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവുക. അപ്പോൾ ത്രിപുരയിൽ കാണേണ്ട സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ പ്ലേസ് ടു വിസിറ്റ് ഇൻ ത്രിപുരയിൽ കാണുന്ന സ്ഥലങ്ങൾ വെച്ചാൽ ഉൻകോട്ടി റോക്ക് കർവിങ് എന്നുകൊണ്ട് പാറയിൽ മൊത്തത്തിൽ കുറേ ഈ ഒരു ഹിന്ദു ആചാരപ്രദമായിട്ടുള്ള കുറേ വിഗ്രഹങ്ങളൊക്കെ കുത്തിവെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഉൻകോട്ടി റോക്ക് കർവിങ്. പിന്നെ ഉജ്ജനാഥ് പാലസ് ഉണ്ട്, പിന്നെ നീർമഹൽ പാലസ് ഉണ്ട്, പിന്നെ ജുംഫുയ് ഹില്ലുണ്ട്, പിന്നെ ഹെറിറ്റേജ് പാർക്ക് ഉണ്ട്, പിന്നെ കമലേശ്വരി ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കറങ്ങാൻ പറ്റുന്നതാണ്. അങ്ങനെ ഈ ഒരു സ്ഥലങ്ങളും കൂടി കറങ്ങിയിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നേരെ ത്രിപുരയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഗുവാഹത്തിയിലേക്ക് ബൈ ബസ് ത്രൂവോ അല്ലെങ്കിൽ ട്രെയിൻ ത്രൂവോ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ത്രിപുര സിൽജാർ ഗുവാഹത്തി ഈ ഒരു റൂട്ട് പോകുന്ന ട്രെയിനാണ് കേട്ടോ. ബെസ്റ്റ് ഒരു റൂട്ടാണ്. ഫുള്ള് മലനിരകളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ട്രെയിൻ റൂട്ടാണ് ഈ ഒരു ത്രിപുര ടു സിൽജാർ ഗുവാഹത്തി എന്ന് പറഞ്ഞ ഈ ഒരു ട്രെയിൻ റൂട്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ട്രെയിൻ റൂട്ട് സഞ്ചരിക്കേണ്ട മസ്റ്റാണ് കേട്ടോ. വെച്ചാൽ ഞാനൊക്കെ പോയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ട്രെയിൻ റൂട്ടാണ്. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, ഈ ത്രിപുര നേരെ സിൽജാർ ട്രെയിൻ പോവുക. നമുക്ക് ഡയറക്റ്റ് നമുക്ക് ട്രെയിൻ നമുക്ക് ത്രിപുരയിൽ നിന്ന് ഗുവാഹത്തിലേക്ക് എല്ലാ ബുധനാഴ്ച ദിവസമാണുള്ളത്. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ഞാൻ വെക്കുന്നുണ്ട്. നേരെ ത്രിപുര നേരെ സിൽജാറിലേക്ക് നിങ്ങൾ ബൈ ട്രെയിൻ പോവുക. എല്ലാ ദിവസവും ട്രെയിൻ അവൈലബിൾ ആണ്. 15603 അഗർത്തല സിൽജാർ എക്സ്പ്രസ് 185 നമുക്ക് സ്ലീപ്പർ ക്ലാസ്സിന് വേണ്ടത്. അങ്ങനെ സിൽജാർ എത്തിയ ശേഷം നിങ്ങൾ നേരെ അവിടെ നേരെ ഗുവാഹത്തിയിലേക്ക് നമുക്ക് ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് 15616 എന്ന് പറയുന്ന ട്രെയിൻ നമ്പറാണ്. സിൽജാർ ഗുവാഹത്തി എക്സ്പ്രസ് എല്ലാ ദിവസവും നമുക്ക് അവൈലബിൾ ആണ്. 240 രൂപയാണ് ട്രെയിനിൻ്റെ ടിക്കറ്റ് ഫെയർ വരുന്നത്.
അങ്ങനെ നേരെ ത്രിപുര നേരെ നിങ്ങൾക്ക് ഗുവാഹത്തിയിലേക്ക് എത്തുക. ഗുവാഹത്തിയിൽ എത്തിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഗുവാഹത്തിയിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇനി അവിടെ ഗുവാഹത്തിയിലെ കാസിരംഗ പാർക്ക് ആസാമിലാണ് വരുന്നത്. അത് ആസാമിലെ ഗുവാഹത്തി എന്ന് വെച്ചാൽ ആസാമിൻ്റെ തലസ്ഥാനമാണ്. ഈ ഒരു കാസിരംഗ പാർക്ക് പോകണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പോവാം. അതിനുശേഷം നിങ്ങൾക്ക് നേരെ അരുണാചൽ പ്രദേശിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ നമുക്ക് യാത്ര ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഇൻഷാല്ല നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു യാത്ര നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളിൽ ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൊടുത്തിട്ട് ട്രാവൽ ഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ യാത്രയുമായിട്ട് എന്തെങ്കിലും സംശയം ചോദിക്കാം. അപ്പോൾ യാത്ര ഇഷ്ടമുള്ള സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, കൂടുതൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ കാണാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.